വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ആദിൽ റോഷ്. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഞാനൊരു റിംഗ് ലൈറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓൾസോ ഈ വീഡിയോൻ്റെ ഓഡിയോ ക്ലിയർ കുറവുണ്ടെങ്കിൽ അതെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു ഇൻ്റർഫിയറൻസ് അതിലുണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം. ഞാൻ ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നല്ല, പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ റിംഗ് ലൈറ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് വാട്സാപ്പിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടപ്പോൾ കുറേ ഫ്രണ്ട്സ് റിപ്ലൈ ചെയ്തു, ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തുകൂടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്യാൻ മാത്രമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഓൾറെഡി റിംഗ് ഷേപ്പിലുള്ള ലൈറ്റ് ആയിരുന്നു. അത് ഞാൻ റീപർപ്പസ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞത് വീഡിയോ ചെയ്യാൻ മാത്രമായിട്ടുള്ളതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുറേ പേര് റിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ റിംഗ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പഴയ ലാമ്പ്, അതായത് ഒരു നൈറ്റ് ലാമ്പ്, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ നൈറ്റ് ലാമ്പ് ഡാമേജ് ആയപ്പോൾ ഞാൻ അതിൻ്റെ ബൾബ് ഊരിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് റിംഗ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതിൻ്റെ ലാമ്പ് ഓൾറെഡി റിംഗ് ഷേപ്പിലായിരുന്നു. അപ്പോൾ ഞാനത് റീപർപ്പസ് ചെയ്തിട്ടാണ് ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിംഗ് ലൈറ്റ് കൊണ്ട് നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാനായിട്ട്, അതായത് ലൈറ്റിംഗ് കൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് ആ ഒരു റിംഗ് ലൈറ്റും കൂടാണ്ട് വേറൊരു ലൈറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ റിംഗ് ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ആ ഒരു ലാമ്പ് ഡിസസംബിൾ ചെയ്യുന്നത് മുന്നേ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് എളുപ്പത്തിൽ ഞാനിതിൽ അത് ഡിസസംബിൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അതായത് ഓൾറെഡി മുന്നേ ഡാമേജ് ആയതുകൊണ്ട് ഞാൻ അത് ഊരിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഒക്കെ ഓൾറെഡി മുന്നേ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എളുപ്പത്തിൽ ഞാനിതിൽ ആ ലാമ്പ് ഡിസസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒന്ന് ഡിസസംബിൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിംഗ് ലൈറ്റ്. ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രാ ഒരു ലൈറ്റ് കൂടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതിപ്പോൾ റിംഗ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ കുറഞ്ഞിട്ടുണ്ടാവും വീഡിയോയ്ക്ക്, കാരണം ലൈറ്റിങ് കുറവാണ്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. റൂമിലത്തെ ആകെ ലൈറ്റും പിന്നെ എക്സ്ട്രാ ഒരു ലൈറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി റിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ റിംഗ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഇതേപോലെ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് വല്ലതും ചെയ്യുകയാണെങ്കിൽ തന്നെ ഒന്ന് സൂക്ഷിക്കുക, കറണ്ട് ഷോക്ക് അടിക്കാണ്ട് നോക്കുക. എനിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഓൾസോ ഇപ്പം ഇനി റിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.